ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉത്ഭവം, ഉത്ഖനനം തുടങ്ങിയ കാര്യങ്ങളും പിന്നെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹാരപ്പയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി നഗരങ്ങളും അവയുടെ പ്രത്യേകതകളും അവിടെ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മോഹൻജൊദാരോയെ കുറിച്ചാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജൊദാരോ. സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശം മോഹൻജൊദാരോ. മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. അപ്പം മോഹൻജൊദാരോ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശമാണ്. സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജൊദാരോയാണ്. മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്. ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീ തടാക കേന്ദ്രമായിരുന്നു മോഹൻജൊദാരോ. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ എന്നിവ കണ്ടെടുത്തിട്ടുള്ളത് മോഹൻജൊദാരോയിൽ നിന്നാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്? ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായിരുന്നു മോഹൻജൊദാരോ. കൂടാതെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ എന്നിവയും മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കൊട്ടാര സാമ്യമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നഗരം മോഹൻജൊദാരോയാണ്. മോഹൻജൊദാരോയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് R.D. ബാനർജിയാണ്. മോഹൻജൊദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം ധാനിപുരയായിരുന്നു. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സംവിധാനം ആരംഭിച്ചത് മോഹൻജൊദാരോയിലാണ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമായിരുന്നു മോഹൻജൊദാരോ. അപ്പോൾ മോഹൻജൊദാരോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത് നോക്കാൻ പോകുന്ന പ്രധാന നഗരം ലോത്തലാണ്. ലോത്തൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രമാണ് ലോത്തൽ. കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്നു ലോത്തൽ. പണ്ടകശാലകളും വ്യാപാരികളുടെ ഭവനങ്ങളും കണ്ടെത്തിയ കേന്ദ്രവും ലോത്തൽ തന്നെയാണ്. ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. പുരുഷന്മാരോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിന്റെ തെളിവ് ലഭിച്ച കേന്ദ്രം ലോത്തലാണ്. ലോത്തലിൽ നിന്ന് മുത്തു നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലോത്തൽ? ലോത്തൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. സബർമതി നദിക്കും പോഷക നദിയായ ഭോഗാവോയ്ക്കും ഇടയിൽ കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമായിരുന്നു ലോത്തൽ. തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോത്തലാണ്. കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം ലോത്തലാണ്. പണ്ടകശാലകളും വ്യാപാരികളുടെ ഭവനങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്നാണ്. പുരുഷനോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിന്റെ തെളിവുകൾ ലോത്തലിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് മുത്തു നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അടുത്ത നഗരമാണ് കാലിബംഗൻ. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. ഡ്രെയിനേജ് സംവിധാനം നിലവിലില്ലാതിരുന്ന സിന്ധു നദീതട സംസ്കാരമായിരുന്നു കാലിബംഗൻ. ഇവിടെ അതിനു പകരം എങ്ങനെയായിരുന്നു വെച്ചാൽ വീടുകളിൽ മലിനജലം തടികളിൽ നിർമ്മിച്ച പാത്തി വഴി ജാറുകളിൽ ശേഖരിക്കുന്ന സംവിധാനമാണ് നിലനിന്നിരുന്നത്. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്നത് കാലിബംഗനിലാണ്. ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത് കാലിബംഗനിൽ നിന്നുമാണ്. രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? ഘാഗർ.
കാലിബംഗൻ നശിക്കാനുണ്ടായ പ്രധാന കാരണം ഘാഗർ നദിയിലെ വരൾച്ചയാണ്. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. അപ്പോൾ കാലിബംഗൻ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമായിരുന്നു. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. ഇവിടെ ഡ്രെയിനേജ് സംവിധാനം നിലവിലില്ലാതിരുന്ന സിന്ധു നദീതട സംസ്കാരമായിരുന്നു. പകരം ഇവിടെ എന്ത് സംവിധാനമാണ്? വീടുകളിൽ മലിനജലം തടികളിൽ നിറച്ച പാത്തി വഴി ജാറുകളിൽ ശേഖരിക്കുന്ന സംവിധാനമാണ് നിലനിന്നിരുന്നത്. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഒട്ടകത്തിന്റെ ഫോസിലുകൾ കിട്ടിയത് കാലിബംഗനിൽ നിന്നാണ്. പിന്നെ രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഉഴവുചാലിന്റെ തെളിവ് കിട്ടിയ സിന്ധു നദീതട കേന്ദ്രവും കാലിബംഗനാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗൻ ഏത് നദിയുടെ തീരത്തായിരുന്നു? ഘാഗർ നദിയുടെ തീരത്തായിരുന്നു. കാലിബംഗൻ നശിക്കാനുണ്ടായ കാരണവും എന്തു തന്നെയാണ്? ഘാഗർ നദിയിലെ വരൾച്ചയാണ്. അടുത്ത നഗരം ചാൻഹുദാരോ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ചാൻഹുദാരോ. സിറ്റാഡൽ മേൽപ്പട്ടണമില്ലാത്ത ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. അപ്പോൾ എന്താണ് ചാൻഹുദാരോ? പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന നദീതട സംസ്കാരമാണ് ചാൻഹുദാരോ. മേൽപ്പട്ടണമില്ലാത്ത ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ നഗരമാണ് ചാൻഹുദാരോ. ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത നഗരത്തിലേക്ക് കടക്കാം. രൂപാർ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട കേന്ദ്രമാണ് രൂപാർ. രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്, രൂപാങ്കർ ജില്ലയിലാണ്. രൂപാർ ഖനനം നടത്തിയത് YD ശർമ്മ. മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രമാണ് രൂപാർ. അപ്പോൾ എന്താണ് രൂപാർ? ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഖനനം ചെയ്ത ആദ്യമായി കണ്ടെത്തിയ കേന്ദ്രമാണ് രൂപാർ. രൂപാർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പഞ്ചാബിലാണ്. രൂപാങ്കർ എന്ന് പറയുന്ന ജില്ലയിലാണ്. രൂപാറിൽ ഖനനം നടത്തിയ വ്യക്തി YD ശർമ്മയാണ്. ഇവിടെ മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ രൂപാറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന നഗരമാണ് സൂത്ക ജണ്ടോർ. ബലൂചിസ്ഥാനിലെ ധാഷ്ട് തീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് സൂത്ക ജണ്ടോർ. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് സൂത്ക ജണ്ടോർ. മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് സൂത്ക ജണ്ടോറിൽ നിന്നാണ്. അപ്പോൾ എന്താണ് സൂത്ക ജണ്ടോർ? ബലൂചിസ്ഥാനിലെ ധാഷ്ട് നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരമാണ് സൂത്ക ജണ്ടോർ. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന നഗരമാണ് ധോളവീര. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളാവീര. ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൈന്ധവ കേന്ദ്രമാണ് ധോളാവീര. ഹാരപ്പൻ ലിപിയിൽ എഴുതിയ ഒരു ചൂണ്ടുപലക കണ്ടെത്തിയ കേന്ദ്രമാണ് ധോളാവീര. അവസാനമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരമാണ് ധോളാവീര. നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനവും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളാവീര. അപ്പോൾ ഗുജറാത്തിൽ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ കേന്ദ്രമാണ് ധോളാവീര. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ദ്വീപിലാണ്. ഹാരപ്പൻ ലിപിയിൽ എഴുതിയ ഒരു ചൂണ്ടുപലകയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതെ, ഇത് അവസാനം കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് ധോളാവീര. നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഏകീകൃത ജലസേചന സൗകര്യം ഉണ്ടായിരുന്ന ഒരു പ്രധാന നഗരമാണ് ധോളാവീര. ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളാവീര. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബനവാലിയാണ്.
ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ബനാവലി. ഘാഗർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ബനാവലി. ബാർലി കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവ്, കലപ്പയുടെ കളിമൺ രൂപങ്ങൾ എന്നിവ ലഭിച്ച കേന്ദ്രമാണ് ബനാവലി. പൂർവ്വ ഹാരപ്പൻ കാലഘട്ടങ്ങളുടെ തെളിവുകൾ നൽകുന്ന സ്ഥലമാണ് ബനാവലി. അപ്പോൾ എന്താണ് ബനാവലി? ഹരിയാനയിലെ ഹിസർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണ് ബനാവലി. ഘാഗർ നദീതീരത്താണ് ഈ കേന്ദ്രം നിലനിന്നിരുന്നത്. ബാർലി കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവ്, കലപ്പയുടെ കളിമൺ രൂപങ്ങൾ എന്നിവ ബനാവലിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പൂർവ്വ ഹാരപ്പൻ കാലഘട്ടങ്ങളുടെ തെളിവുകൾ നൽകുന്ന സ്ഥലവുമാണ് ബനാവലി. അടുത്ത പ്രധാനപ്പെട്ട ഒരു നഗരമാണ് കോട്ട് തീജി. കോട്ട് തീജി എന്ന് പറയുന്നുണ്ട്, കോട്ട് സീജി എന്നും പറയുന്നുണ്ട് ഇതിനെ. പാകിസ്ഥാനിലെ സിന്ധിൽ സ്ഥിതി ചെയ്യുന്ന നദീതട കേന്ദ്രമാണ് കോട്ട് തീജി. കോട്ട് തീജി സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു ആണ്. ആദ്യകാല സിന്ധു നദീതട കേന്ദ്രത്തിന് ഉദാഹരണമാണ് കോട്ട് തീജി. കാളയുടെയും മാതൃദൈവത്തിൻ്റെയും പ്രതിമകൾ കിട്ടിയത് കോട്ട് തീജിയിൽ നിന്നാണ്. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരമാണ് കോട്ട് തീജി. അപ്പോൾ കോട്ട് തീജി എന്താണെന്ന് മനസ്സിലായല്ലോ. പാകിസ്ഥാനിലെ സിന്ധിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് കോട്ട് തീജി. കോട്ട് തീജി സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു ആണ്. ആദ്യകാല സിന്ധു നദീതട കേന്ദ്രത്തിന് ഉദാഹരണമാണ് കോട്ട് തീജി. കാളയുടെയും മാതൃദൈവത്തിൻ്റെയും പ്രതിമകൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. തീ പടർന്നതിനെ തുടർന്നാണ് കോട്ട് തീജി നശിച്ചുപോയത്. അടുത്ത പ്രധാന കേന്ദ്രമാണ് രാഖി ഘട്ടി. മോഹൻജദാരോയാണ് അടുത്ത കാലം വരെയും ഏറ്റവും വലിയ ഹാരപ്പൻ നഗരമായി കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് നടന്ന ഉത്ഖനനങ്ങളുടെ ഫലമായി ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം രാഖി ഘട്ടി ആണെന്ന് തിരിച്ചറിഞ്ഞു. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഘാഗർ നദിയുടെ തീരത്താണ് രാഖി ഘട്ടി നിലനിന്നിരുന്നത്. രാഖി ഘട്ടിയെ ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രമായി തിരിച്ചറിഞ്ഞ് ഉത്ഖനനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പൂനെ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത ഷിൻഡോയാണ്. ഏറ്റവും പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഭിരാന, ഹരിയാനയിലാണത്. ഏറ്റവും ചെറിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം അലഹ്ഡീനോ. ഏറ്റവും വലിയ സിന്ധു നദീതട സംസ്കാരം ഏതാണ്? രാഖി ഘട്ടി. രാഖി ഘട്ടിയുടെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൂനെ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത് ഷിൻഡോയാണ്. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ ഘാഗർ നദിയുടെ തീരത്താണ് രാഖി ഘട്ടി നിലനിന്നിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നോക്കിയത് സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളെക്കുറിച്ചാണ്, ഹാരപ്പൻ നഗരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഈ പഠിപ്പിച്ച ഭാഗം, ഇത്രയും ഭാഗം എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സിന്ധു നാഗരിക കേന്ദ്രങ്ങളും നദീതീരങ്ങളുമാണ്. ഓരോ കേന്ദ്രങ്ങളും നിലനിന്നിരുന്ന നദീതീരം ഏതെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഹാരപ്പ രവിയുടെ തീരത്താണ് നിലനിന്നിരുന്നത്. മോഹൻജദാരോ സിന്ധു, ചാൻഹുദാരോ സിന്ധു, രൂപാർ സത്ലജ്, കാലിബംഗൻ ഘാഗർ, ബനാവലി ഘാഗർ, ധോളവീര ലൂണി, അമ്രി സിന്ധു, മിത്തൻ യമുന, കോട്ട് തീജി സിന്ധു, ലോത്തൽ സബർമതിയുടെയും ഭോഗാവോയുടെയും സംഗമ തീരത്ത്, സുത്ക ജണ്ടോർ ധാഷ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങളും അവ നിലനിന്ന നദികളും തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പഠിപ്പിച്ച ഭാഗവും കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങളും എല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിക്കണം. കാരണം നമ്മളുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാറായി, ഇനി സമയമില്ല.
നല്ലതുപോലെ തന്നെ പഠിക്കുക.